ഹലോ മക്കളെ, ഇപ്പോൾ SSLC എക്സാം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയായിരിക്കും. ചില മക്കളൊക്കെ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ടാവും +1 ഏത് സബ്ജക്റ്റ് എടുക്കണം, സയൻസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ. ചിലരൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും ഏതെടുക്കണം എന്നുള്ളത്. ഇപ്പോൾ സയൻസും ഹ്യൂമാനിറ്റീസും സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാം അതെന്താണ്, അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ച സബ്ജക്റ്റുകളുമായിട്ട് ബന്ധമുള്ള കാര്യം തന്നെയാണ് സയൻസിലും ഹ്യൂമാനിറ്റീസിലും നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷേ കൊമേഴ്സിലേക്ക് വരുന്ന സമയത്ത് ചില കുട്ടികളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവും കൊമേഴ്സ് എടുക്കണം എന്നുള്ളത്. ചില മക്കൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കൊമേഴ്സ് എടുക്കണോ വേണ്ടയോ. പല മക്കളുടെയും സംശയം ഇതാണ്, എത്ര A+, SSLCയിൽ എത്ര A+ ഉണ്ടെങ്കിൽ കൊമേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റുകളിൽ A+ വേണ്ടി വരും, മാത്സിൽ A+ വേണോ, അങ്ങനെയുള്ള പല സംശയങ്ങളാണ് കുട്ടികൾക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുന്ന മക്കളോടാണ് മിസ്സിന് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെയൊന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം കൊമേഴ്സ് ഒരു പുതിയ സബ്ജക്റ്റാണ്. അപ്പോൾ 10ാം ക്ലാസ്സിൽ ഏതൊക്കെ സബ്ജക്റ്റിൽ A+ ഉണ്ട് എന്നുള്ളത് ഇവിടെ ഒരു ക്രൈറ്റീരിയ അല്ല, അതൊരു വെയിറ്റേജേ അല്ല. ചില മക്കൾ കൊമേഴ്സ് എടുക്കണമെന്ന് ഇപ്പോഴേ തീരുമാനിച്ച് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടായിരിക്കും. അവരുടെ ടെൻഷൻ ഈ SSLCയിൽ എത്ര A+ ഉണ്ടെങ്കിൽ എനിക്ക് കൊമേഴ്സ് കിട്ടും എന്നുള്ളതായിരിക്കും. അപ്പോൾ ഫുൾ A+ ഉള്ള കുട്ടികളെ സംബന്ധിച്ച് ടെൻഷൻ്റെ ആവശ്യമില്ല, എന്തായാലും കിട്ടും എന്നുള്ളത് നമുക്കറിയാം. ഇനിയിപ്പോൾ 1-2 A+ കുറഞ്ഞു പോയാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് കൊമേഴ്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് നമ്മൾ ചൂസ് ചെയ്യുന്ന സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ചില സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കുട്ടികൾ പഠിക്കണമെന്ന് ഡിമാൻഡ് ചെയ്യുന്ന സ്കൂളുകളായിരിക്കും. കാരണം ചിലപ്പോൾ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറോ അവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് കോമ്പിനേഷനോ അല്ലെങ്കിൽ ആ സ്കൂളിൻ്റെ ലൊക്കേഷനോ ഒക്കെ ആയിരിക്കാം. ചില സ്കൂളുകളിൽ കൊമേഴ്സ് 2 ബാച്ചൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ അനുസരിച്ച് നമുക്ക് കൊമേഴ്സ് കിട്ടാനുള്ള സാധ്യത കൂടാനും കുറയാനും ഒക്കെ കാരണമാകും. അപ്പോൾ കൊമേഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ Xylem +1 കൊമേഴ്സ് ചാനലിൽ വീഡിയോസ് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സോ സ്റ്റാർട്ട് യുവർ കൊമേഴ്സ് ജേർണി വിത്ത് Xylem.